ഹായ്, നമസ്കാരം. മഞ്ഞുമൽ ബോയ്സ്. ഈ സിനിമ ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയുടെ പേര് കേൾക്കുന്നതും ഈ സിനിമയെക്കുറിച്ച് അറിയുന്നതും നമ്മുടെ സംഗീത സംവിധായകനായ സുഷിൻ ശ്യാം ഒരു ഇൻ്റർവ്യൂവിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മലയാളത്തിൻ്റെ മുഖവര മാറ്റാൻ പോകുന്ന സിനിമയായിരിക്കും. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എനിക്ക് തന്നെ സിനിമ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് തോന്നി. അതുപോലെ തന്നെ എൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് മനസ്സിലൊരു ഒരു കോമഡി പിന്നെന്താ പറയുക, ഒരു ഫീൽ ഗുഡ് സിനിമ എന്നൊക്കെയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം വേറെ ലെവലാണ്. ഇത് മഞ്ഞുമൽ എന്ന നാട്ടിൽ കുറേ ചെറുപ്പക്കാരുടെ ഇടയിൽ സംഭവിച്ച ഒറിജിനൽ കഥയാണ് എന്ന് മനസ്സിലാക്കിയ ഞാൻ ഈ സിനിമ എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ തീരുമാനിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തു. ചെന്ന് നോക്കിയപ്പോൾ ഹൗസ്ഫുൾ. ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയ്ക്ക് സുഷിൻ ശ്യാമിൻ്റെ ഒരു വാക്ക് കേട്ട് ഇത്രയും ആൾക്കാർ ഫസ്റ്റ് ഷോ തന്നെ, കാരണം ഇത്രയും ആൾക്കാർ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഒരു കാര്യത്തിൽ എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ചിദംബരമാണ്. നമ്മുടെ ജാനമൻ സംവിധാനം ചെയ്ത സെയിം ആൾ. തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും ഇയാൾ തന്നെയാണ്. തിരക്കഥ എന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞുമല്ലിൽ നടന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒറിജിനൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ, അതായത് ചിദംബരം നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് 90% നടന്ന അതേപടി എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ്. 10% മാത്രമേ ഉള്ളൂ സിനിമ, അതായത് നമ്മൾ ആൾക്കാർക്ക് എൻജോയ് ചെയ്യുന്ന രീതി എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. 90% നടന്ന അതേ സംഭവമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഷൈജു ഖാലിദാണ്. എഡിറ്റിംഗ് ബൈ വിവേക് ഹർഷൻ. നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ നമ്മുടെ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ ഇവരൊക്കെ ചേർന്നിട്ടാണ്. നമ്മുടെ സൗബീനും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്ന സൗബിനൊപ്പം തന്നെ കുറേ ആൾക്കാരുണ്ട്. ചന്തു സലീംകുമാറിൻ്റെ മകൻ, പിന്നെ ശ്രീനാഥ് ഫാസി, ഖാലിദ് റഹ്മാൻ, ജീൻ പോൾ ലാൽ, നമ്മുടെ ലാലിൻ്റെ മകൻ, ലാലേട്ടൻ്റെ മകനല്ല, ലാലിൻ്റെ മകൻ പറയും, ലാലേട്ടൻ്റെ മകൻ, വിഷ്ണു രഘു, അഭിരാം രാധാകൃഷ്ണൻ, ഗണപതി, അരുൺ കുര്യൻ, ബാലു വർഗീസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. എല്ലാവരും അവരുടെ ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിനകത്ത് കൂടുതൽ ഒരു ഫസ്റ്റ് ഹാഫിൽ ചെറിയ നല്ല രീതിയിൽ വന്ന ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ജീൻ പോൾ ലാലിൻ്റെ ആ ക്യാരക്ടർ. അദ്ദേഹത്തെ ഇങ്ങനത്തെ ഒരു രീതിയിൽ കറക്റ്റ് ലാലിൻ്റെ കോമഡി സ്റ്റൈലും ഒക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. എന്തായാലും അതുപോലെ അഭിനയം നോക്കുമ്പോൾ ശ്രീനാഥ് ഫാസി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരുപാട് ഓവറാക്കി ഒന്നും ഇല്ല. പുള്ളിയുടെ കുറച്ച് റോള്, ആ ഒരു സിറ്റുവേഷൻസ്, പുള്ളിയുടെ ബോഡി ലാംഗ്വേജും അതൊക്കെ വളരെ സൂപ്പറായിരുന്നു. ഈ സിനിമ എന്താ പറയുക, ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നൈസ് ഒരു സിനിമയാണ്. നൈസ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ മുഖചിത്രം അല്ലെങ്കിൽ മുഖച്ഛായ മാറ്റുന്ന പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നി. മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റുന്ന പടമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് നല്ല നൈസ് ഒരു മൂവി. എല്ലാവരും കാണേണ്ട ഒരു പടം. നല്ല ഫ്രണ്ട്സിനൊക്കെ ചേർന്ന്, നല്ല ഫാമിലിയായിട്ട് ചേർന്നൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഉഗ്രൻ പടമായിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായമാണ്. ഒരു നടന്ന കഥ, ആ നടന്ന കഥയിൽ ഒരു 90% അതുപോലെ തന്നെ ചിത്രീകരിച്ച് വെക്കുമ്പോൾ അതിൽ മാക്സിമം ബോറായിരിക്കും. പക്ഷേ ആ ബോറൊന്നും ഇല്ലാതെ അവരുടെ കഥ തന്നെ ഒരു സിനിമയായിട്ട് തന്നെ തോന്നി. മനസ്സിലായില്ലേ? ആ ഒറിജിനൽ സംഭവം തന്നെ അവർ ഒരു സിനിമാക്കാർ പോലെ തന്നെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു നോർമലായിട്ട് തോന്നിയാലും സെക്കൻഡ് ഹാഫാണ് കിടുക്കനാക്കി വെച്ചിരിക്കുന്നത്. അതിൽ സംവിധായകൻ അതുപോലെ അഭിനയിച്ചവർ കുറേ കഷ്ടപ്പെട്ടാണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതും എടുത്തു വെച്ചിരിക്കുന്നതും. അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് നൽകുക. ഇത് മിക്കവർക്കും അറിയാവുന്ന കഥ തന്നെ ആയിരിക്കും. നമ്മുടെ കൊടൈക്കനാലിൽ ഗുണാഖേവ് എന്ന ഗുഹയിൽ അകപ്പെട്ട് വീണുപോയ ഒരാളെ രക്ഷിച്ച, പണ്ട് 2006 2005 നടന്ന ഒരു സെയിം സംഭവം കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് രക്ഷിച്ച ആ സംഭവത്തെ നല്ല രീതിയിൽ സിനിമയാക്കി വെച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെടുന്നതും ആ അപകടത്തിൽപ്പെട്ടതിൻ്റെ ഭയാനകമായുള്ള സിറ്റുവേഷൻസ്, ആ ഗുഹയും ആ മലയും, അതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളതിൽ ഒഴുകി നമ്മളതിൽ പെട്ട ഒരവസ്ഥ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ എത്ര മനോഹരമായിട്ട് അറിയും. അത് അങ്ങനെ ഇച്ചിരി പാടാണ് സിനിമയിൽ നമുക്ക് ഇത്രയും കാണിച്ച് ഫലിപ്പിക്കാനും. സൗബിനൊക്കെ ആണെങ്കിലും അഭിനയിച്ച് നമ്മളെ ആ ഒരു ഫീലുണ്ടല്ലോ, ആ സിനിമ കാണുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു നല്ല രീതിയിൽ നമുക്കത് കുറച്ച് സമയം അതുപോലെ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇളയരാജയുടെ ഒരു പാട്ട് കയറ്റിയിടുന്നുണ്ട്. എൻ്റെ പൊന്നോളിയോ, ആ സിറ്റുവേഷൻസും ആ പാട്ടും കൂടെ അങ്ങോട്ട് ചേർന്ന് നമ്മൾ പോലും അറിയാതെ കൈയടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതും ആരും മിസ് ചെയ്യരുത്. അത് നമ്മളിങ്ങനെ കണ്ട് പെട്ടെന്ന് ആ പാട്ടും കൂടെ കയറി വന്ന ആ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു വല്ല സന്തോഷമാണോ, നമ്മളറിയാതെ കൈയടിച്ചു പോകുന്ന ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട്
ആ പാട്ട് കൊണ്ടുവച്ച സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പടമാണ്. ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന തോന്നൽ എല്ലാവരും ഈ പടം പോയി കാണുന്നു. അത് നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് ഇല്ലാത്തവരായിട്ട് ലോകത്തിൽ ആരുമില്ല. ഇവർക്ക് അങ്ങനെ കട്ട ചങ്കുകളുള്ളവർക്കൊക്കെ പോയി കാണണം. എല്ലാവരും ഈ സിനിമ പോയി കാണുക. അതുപോലെ എന്താ പറയുക, 2024 ഫെബ്രുവരിയിൽ ഇറങ്ങിയ മിക്ക പടങ്ങളും പോസിറ്റീവ് അഭിപ്രായം. ഞാൻ പോയി കണ്ട എല്ലാ പടങ്ങളും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു മലയാളത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലോട്ട് പോകാമെന്ന് തോന്നുന്നു. എന്നാൽ 2024 ജനുവരിയിൽ മലൈക്കൊട്ട വലിമ മാത്രമാണ് ഇച്ചിരി ഇതായിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള പടങ്ങളെല്ലാം നല്ല രീതിയിൽ ആൾക്കാർക്ക് നല്ല അഭിപ്രായം നേടി. ഇപ്പോഴും പ്രമയുവായാലും പ്രേമലു, അന്വേഷിപ്പും കണ്ടെത്തുമായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ആ സിനിമയുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് നല്ല ഇതിനെക്കാട്ടിലും ഹിറ്റാവാൻ ചാൻസ് കൂടുതലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ. എല്ലാവരും പോയി കാണുക.